ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉച്ചയൂണാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പപ്പക്കായൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എലിശ്ശേരിയും അതേപോലെ തന്നെ ഒരു ചീരത്തോരനും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള 1/2 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ആ പരിപ്പൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പകുതി പപ്പായ എടുത്തിട്ടുണ്ട്. അപ്പോൾ പപ്പായയുടെ കുരും തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് കഴുകിയെടുത്തിട്ടുള്ളതാണ്. ഇനി അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ മത്തങ്ങ എലിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന പോലെ കുറച്ച് കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു കനത്തിൽ ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി മൂപ്പുള്ളതാണെങ്കിൽ, മൂത്ത പപ്പായ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചെറുതായി ഒന്ന് കളർ മാറില്ലേ. അപ്പോൾ ഞാൻ പപ്പായ ഇവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഞാൻ കുക്കറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് പപ്പക്കായയുടെ ആ ഒരു ലെവലിൽ നിൽക്കുന്ന തരത്തിൽ, പപ്പക്കായും പരിപ്പും മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു 2 ഗ്ലാസിൻ്റെ അടുത്ത് തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/2 ടീസ്പൂണേക്കാട്ടും കുറച്ച് കുറവാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ മുളകും പൊടി ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു കൊടുക്കാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ പപ്പായയും പരിപ്പൊക്കെ ഒന്ന് വെന്ത് വരും. ഈ ഒരു ടൈമിൽ ഇപ്പുറത്ത് ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു കുഞ്ഞൊരു സവോളയുടെ പകുതിയാണ്, പല്ലാന്നുണ്ടെങ്കിൽ ചുവന്നുള്ളി ആയാലും മതി. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ കുക്കറിൽ നിന്ന് 2 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 മുറി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ്. സവോള ഇവിടെ മൂത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇടിയൻ മുളക് 2 ടീസ്പൂൺ, ഈ ഒരു ടീസ്പൂൺ കൊണ്ട് 2 ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതേപോലെ തന്നെ ഒരു ബൗളിൽ ഞാനൊരു 1/4 ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചീരുപ്പേരിലേക്കൊക്കെ തേങ്ങ എത്ര ചേർക്കണം അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. അപ്പോൾ അത് കാരണം തന്നെ ഞാനൊരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുളക് മൂത്തയിലേക്ക് ഞാൻ ഈ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതൊന്ന് മുളകൊക്കെ എല്ലാ സൈഡിലേക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ചീരയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഈ തേങ്ങയിലേക്ക് ഉപ്പും മുളകൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ കഴുകി സ്റ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ചുവന്ന കളർ ചീരയാണ്. അപ്പോൾ ഒരു ചെറിയൊരു കെട്ട് ചീരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കയ്യിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും നമ്മുടെ ചീരത്തോരൻ റെഡിയാവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചീരുപ്പേരി ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചീരുപ്പേരി റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് കൊടുക്കുകയാണ്. നോക്കുമ്പോൾ നമ്മുടെ പരിപ്പും അതുപോലെ തന്നെ പപ്പക്കായും വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ സ്റ്റവ് വീണ്ടും ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ള തേങ്ങയാണ്, 1/2 കപ്പ് തേങ്ങയാണ് ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പഴുപ്പില്ലാത്ത പപ്പക്കായ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കാരണം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, വെള്ളത്തിന്റെ പൊടിയായിട്ട് കണ്ടില്ലേ. ഈ ഒരു പോർഷനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പപ്പായക്ക് മധുരം ഇല്ലാത്ത കാരണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. ഇപ്പൊ നന്നായിട്ട് തന്നെ വെട്ടി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലിരുന്നിട്ട് തന്നെ കുറുക്കും. ഒരു 2 മിനിറ്റ് നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഉടച്ചു കൊടുക്കണില്ല കേട്ടോ. ചിലവർക്ക് ഉടച്ചതാവും ഇഷ്ടം. ആ ഓരോരുത്തർക്ക് ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉടച്ചതാണെന്ന് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കാം. ഞാൻ ഇതേപോലെയാണ് എടുക്കുന്നത്. എനിക്ക് ഇങ്ങനെ കഴിക്കുന്നതാണ് ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഇഷ്ടം. അപ്പൊ കണ്ടില്ലേ, ഈ പരിപ്പും അതുപോലെ തന്നെ പപ്പക്കായൊക്കെ കണ്ടില്ലേ ഇതേപോലെ തന്നെ ഇരിക്കും. അപ്പൊ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പുറത്ത് ഞാൻ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗമ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ്. അപ്പൊ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. അപ്പൊ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 4 വറ്റൽമുളക് ഈ ബൗളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്. സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കടുക് പൊട്ടിച്ചിട്ട് താളിച്ചൊഴിക്കുകയാണ്.
ഇട്ട വശം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പൊ മൂടി തുറന്നു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പപ്പായ പരിപ്പ് എലിശ്ശേരി ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പുറത്ത് അതുപോലെ തന്നെ ചീരപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ വെച്ചിട്ടുള്ളത് പുളിഞ്ചിയാണ്. അപ്പോൾ പുളിഞ്ചിയാണ് ഇതിൻ്റെ കൂടെ സൈഡായിട്ട് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ പുളിഞ്ചി എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുളിഞ്ചിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വീണ്ടും അത് റിപ്പീറ്റേഷൻ വേണ്ട വെച്ചിട്ട് ഞാനത് കാണിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കാണെങ്കിൽ കാണാം. അതേപോലെ തന്നെ മത്തങ്ങ പയർ എലിശ്ശേരി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എലിശ്ശേരി എന്നല്ല പറയുക, എലശ്ശേരി എന്നാണെന്ന് അറിയാം. പക്ഷെ നമ്മൾ പറഞ്ഞ് ശീലിച്ചതാണ് എപ്പോഴും പറയുക. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.